ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്നത് പോലെ ആളുടെ കയ്യിലുള്ള കണ്ടന്റുകൾ വേസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ആളുടെ കയ്യിലുള്ളത്. ഒരു കാര്യത്തിൽ ഇടപെടുന്നതാണെങ്കിലും ഒരു റെലവൻ്റ് അല്ലാത്ത കണ്ടന്റുകളായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആൾ സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചത്. ജസ്റ്റ് ട്രിഗറും ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നലെ ഷാനവാസ് കാർഡ് പറഞ്ഞ് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എന്നെ തിരിച്ച് എൻ്റെ പേര് പറയും വിധവമാരെ പ്രസംഗിച്ചിട്ട് വന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെയാണ് വന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മാപ്പ് പറയാൻ അതായത് ചേച്ചി ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അഥവാ ചേച്ചിക്ക് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയാൻ ഞാൻ നമ്മളൊരാളെ നല്ലോണം തല്ലി അയാളെ തലങ്ങും വിലങ്ങൊക്കെ തല്ലിയിട്ട് ലാസ്റ്റ് നമ്മൾ അതും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ അയാളോട് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സോറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് എനിക്കാണെന്നുണ്ടെങ്കിൽ അത് തീരെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം അത് തന്നെയാണ് അക്ബറെ താങ്കൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു പരിപാടി എല്ലാവരും കാണുന്നൊരു ഷോ ആണ്. ആ ഒരു ഷോയിലാണ് ഒരു സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ച് ഒരു ആളെ ഒരു സ്ത്രീയോ പുരുഷനോ എന്നുള്ളതൊക്കെ പോട്ടെ, പക്ഷെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു എന്താ പറയുക, പക്ഷേ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പുറത്തുണ്ടാക്കിയിട്ടുള്ളത് താങ്കൾക്ക് അത് ഇറങ്ങുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ രേണുവിന് തന്നെയാണ് ഫുൾ സപ്പോർട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണല്ലേ. അപ്പോൾ അത്രയും മോശമായിട്ടുള്ള ഇനിയിപ്പോൾ ഒരു വേസ്റ്റ് എന്നാണ് പറഞ്ഞതെങ്കിൽ കൂടി ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, ശരിക്കൊരു സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. താങ്കൾ ഇതിൽ പറയുന്നുണ്ട് ആ ഒരു ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വേർഡ് ഉപയോഗിച്ചതെന്നുള്ളത്. കാരണം ഒരാളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ചിലപ്പം താങ്കളെ സംസ്കാരമായിരിക്കും അല്ലേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വിദ്യാഭ്യാസവും നമ്മൾ സോഷ്യലായിട്ട് കുറേ ആൾക്കാരോട് ഇടപഴകിയെന്നൊന്നും വെച്ചിട്ട് നമ്മളെ സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് നമ്മൾ എന്താ പറയുക എവിടെ പോയാലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക തീരെ സംസ്കാരം കുറഞ്ഞ ഒരു രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒരു അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് താങ്കളൊരു സിംഗറൊക്കെ ആണ്. അപ്പോൾ അത് പക്ഷേ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈ ഒരു 6 സീസണിൽ ഒരു സീസണെങ്കിലും കാണാതെ ഒരു കണ്ടസ്റ്റൻറ്റും ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ ഒരു സാധനം, ഈ ഒരു സെപ്റ്റിക് ടാങ്ക് എന്നുള്ളൊരു സാധനം എന്തായാലും പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും വൈറലാവും എന്നുള്ള അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഷോ ആണെന്നാണ് ഷോ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മാപ്പ് പറച്ചിൽ എന്നുള്ളത്, കാരണം അത് ആൾക്ക് പറഞ്ഞപ്പോഴും യാതൊരു വിധ ഞാൻ പറഞ്ഞല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൽ അത്ഭുതപ്പെടുത്താനുള്ളൊരു കാരണം എന്താ പറയുക, ഇത് രേണുവിന് എങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ആരും ഒന്നും പ്രതികരിച്ചില്ല കേട്ടോ. ചില ആൾക്കാരെ മുഖം ജസ്റ്റ് ഒന്ന് മാറി എന്നല്ലാതെ വേറെ അവിടെ ആരും ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോഴും നവീനൊക്കെ അങ്ങനെ ഒരു കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷാരിഖൊക്കെ പറയുന്നുണ്ട് ഇതെന്തായാലും പുറത്ത് ഭയങ്കര വൈറലാവാനുള്ളൊരു സാധനമാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പറയുമ്പോൾ എവിടെ ആണെങ്കിലും എന്താണോ പറയുന്നത് അതൊന്ന് സൂക്ഷിച്ച് പറയുന്നത് നല്ലതായിരിക്കും, എത്ര വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും.